അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. സ്നേഹമുള്ളവരെ, സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ, പണ്ട് ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നോക്കി നിന്നിട്ടുണ്ട്. ഒരു ഓലപ്പുര, ഒരു ഓടിട്ട വീട്, അത് കഴിഞ്ഞൊരു ചെറിയ ടെറസ് വീട്, ബഹുനില കെട്ടിടങ്ങൾ, ആകർഷകമായ വാഹനങ്ങൾ, മുറ്റത്ത് ഇങ്ങനെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന അതിഗംഭീരമായ അമ്പരചുംബികളായ വീടുകൾ എന്നെ കാണാൻ പറ്റും, കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്നും കാണുന്നുണ്ട് ഈ നിമ്നോന്നത, മനുഷ്യൻ്റെ ആർജിക്കാൻ സാധിച്ചതിൽ വ്യത്യസ്തത. കുറേ പേർക്ക് എന്തെന്നില്ലത് അളവില്ലാത്ത സമ്പത്ത്, ആകർഷകമായ ലോകത്തിൻ്റെ വലിയ വിദഗ്ധമായ സംഗതികളുടെ കൂമ്പാരങ്ങൾ. പാവപ്പെട്ട മനുഷ്യരുണ്ട്, ഒന്നുമില്ല, ഒരു തുണി ഒന്ന് മാറ്റി കൊടുക്കാനില്ല. ചിലർക്ക് വിഭവങ്ങൾ, ഭക്ഷണത്തിൻ്റെ ചോറ്, 4-5 തരം വർണ്ണശബളമായ കറികളോടുകൂടി ഇങ്ങനെ ഉണ്ണുമ്പോൾ ഒരു മതിലിനപ്പുറത്ത് ഒരു കൂരയിൽ കഷ്ടി 2 കോര് വറ്റുള്ള കഞ്ഞി, അതിന് എന്ത് ആകർഷണീയമായ കറി, ഒരു മുളകും ഒരു ചുവന്നുള്ളിയും ഉപ്പുകല്ലും വെച്ചൊന്ന് അങ്ങനെ ചതച്ചിട്ട് അതിങ്ങനെ വലിയ രുചിയോടുകൂടി കഴിക്കുന്ന പാവപ്പെട്ടവർ, ഇല്ലാത്തവർ, തഴയപ്പെട്ടവർ, നേടാൻ സാധിക്കാതെ അധപ്പതിച്ചും ഇല്ലായ്മയുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ലീസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ചിന്തിക്കുന്നത് എന്ത് ഇങ്ങനെ കുറേ പേര് തീരെ ഇല്ലാത്തവർ, അക്ഷരാഭ്യാസവും ഇല്ല, ഒപ്പിടാനും അറിയില്ല, സ്വന്തം നല്ലൊരു വീടുമില്ല, വാഹനമില്ല, ഒന്നുമില്ല. തൊട്ടപ്പുറത്ത് ഭയങ്കരമായ കൊട്ടാര സംവിധാനങ്ങളുള്ള, ലോകത്തിൻ്റെ എല്ലാ നേട്ടങ്ങളുള്ളവർ. ഇത് ദൈവം നിർണയിച്ചതാണോ? ഇത് ദൈവത്തിൻ്റെ ഒരു രൂപകൽപ്പനയുടെ ഭാവമാണോ, ഭാഗമാണോ? മനുഷ്യൻ്റെ സർവവും മനുഷ്യർക്കായി വെച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയാതെ പോയി നേടിയെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വാരിക്കൂട്ടി കൂമ്പാരം വെച്ച് വീണ്ടും കയറി നടയിൽ നിന്ന് വിരിയിച്ച് ഇരട്ടിച്ച് ഇങ്ങനെ പോകുന്ന മനുഷ്യർ. തൊട്ടപ്പുറത്ത് കഴിയുന്നവൻ്റെ ഇല്ലായ്മയിലേക്ക് കണ്ണുവായിക്കാനാകാത്ത ഈ കൂമ്പാരങ്ങളുടെ മേൽ കണ്ണുവായിച്ച് അടയിരിക്കുന്നവർക്ക് ഒരു നിമിഷം ചിന്തിക്കാം, ഉള്ളതിൽ നിന്ന് ഒരല്പമൊക്കെ ഒന്ന് കൊടുക്കുക. അറ്റത്ത് പോയാൽ നമുക്കുള്ളതൊരു മഞ്ചയല്ലേ? സ്വന്തമായൊരു മഞ്ച അവസാനം കിട്ടാനുള്ളവനാണ് ഈ നെട്ടോട്ടം, ഉള്ളവനാണ് പരക്കം പാച്ചിൽ, വാരിക്കൂട്ടിയവനാണ് വ്യഗ്രത. ഇല്ലാത്തവരെ ഒന്ന് മനസ്സിൽ കാണാൻ, ഉള്ളതിൽ നിന്നൊരു കൊച്ചു ഓഹരി ഒന്ന് പങ്കുവയ്ക്കാൻ സാധിച്ചാൽ അത് വലിയൊരു മനസ്സിൻ്റെ രൂപഭാവമാണ്. നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാലോ? എനിക്കുള്ളതിൽ നിന്ന് ഇത്തിരിയൊക്കെ ഒന്ന് ഇല്ലാത്തവരെ കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ. ആമേൻ.